കർത്താവ് is a champion of minimalism. I repeat, നമ്മുടെ കർത്താവ് ജീസസ് is a champion of minimalism. അല്പം അധികമാക്കുന്ന കർത്താവാണ് നമ്മളുടേത്. 5 അപ്പം 2 മീൻ, സിംഗിൾ ഡിജിറ്റിലുള്ള കാര്യങ്ങൾ മതി ഒരു പുരുഷാരത്തെ മുഴുവനും ഫീഡ് ചെയ്യാനായിട്ടും. എല്ലാ പാരബിളിലും കർത്താവിൻ്റെ എല്ലാ പ്രൊനൗൺസ്മെൻറ്റ്സിലും പറയുന്ന ഒരു കാര്യം സിംപ്ലിസിറ്റി എന്നുള്ളതാണ്, മിനിമലിസം എന്നുള്ളതാണ്. വാക്കുകളായിട്ടും മെറ്റീരിയൽ പൊസഷൻസ് ആയിട്ടും ക്യാൻ വി ലുക്ക് ടു ക്രൈസ്റ്റ് ആൻഡ് ബി മിനിമൽ. ഞാൻ പേഴ്സണലി തന്നെ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ആസ്പെക്റ്റാണ്. ഇതെല്ലാം പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ പെർഫെക്റ്റ് ആണ് എന്നുള്ളതല്ല. ഞാൻ സ്ട്രഗിൾ ചെയ്യുകയും അറ്റ് ദ സെയിം ടൈം ചിന്തിക്കുകയും ലുക്കിംഗ് ടു ക്രൈസ്റ്റ് ഫോർ ഇൻസ്പിറേഷൻ കിട്ടുകയും ചെയ്യുന്ന ചില ചിന്തകൾ മാത്രമേ നിങ്ങളുടെ മുമ്പിൽ വെൽക്കുന്നുള്ളൂ. ഹൗ മച്ച് ഈസ് ഇനഫ്? നമ്മുടെ മെറ്റീരിയൽ പൊസഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ കപ്പാസിറ്റി ടു ബൈ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അല്ല ഈ 2024 പോകുന്നത്. ഇതൊരു മെൻറ്റാലിറ്റിയാണ്. സോഷ്യൽ മീഡിയ ഫൊമെൻറ്റ് ചെയ്യുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് വിഷ്വൽ ഓൺസ്ലോട്ട്, ടെലിവിഷൻ, കൊച്ചു സ്ക്രീൻ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഒരു കോൺസ്റ്റൻറ്റ് വിഷ്വൽ ഓൺസ്ലോട്ടിൽ കൂടെ പലതരത്തിലുള്ള ആഭരണങ്ങൾ, പുതിയ പുതിയ രീതിയിലുള്ള ഫോണുകൾ, ഹാൻഡ് ബാഗുകൾ, സാരികൾ എന്ന് വേണ്ട ഒരു കൺസ്യൂമറിസ്റ്റ് ഇക്കോണമി അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ ഇക്കോണമി എന്നാണ് ഇതിന് പറയുന്നത്. നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റി ഫേസ്ബുക്കിൽ നമ്മളൊരു 5 മിനിറ്റ് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഇൻ ദാറ്റ് ഇനീഷ്യൽ ഒരു 60 സെക്കൻഡ്സ് ഓർ 120 സെക്കൻഡ്സ് നിങ്ങൾ കോൺഷ്യസ് ആയിരിക്കണം. അറ്റൻഷൻ ഇക്കോണമി നിങ്ങൾക്ക് മുമ്പിൽ വരുന്ന എത്ര അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, അത് നമ്മൾ അന്വേഷിച്ച് ബൊട്ടീക്കുകൾ, കമ്മലുകൾ, മാലകൾ, ആഭരണങ്ങൾ, ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണോ? ഭംഗിയാണ്, എല്ലാം മാച്ച് ചെയ്യുന്നിടുന്നതും അതും ഇതുമൊക്കെ. പക്ഷെ ആസ് എ ചാമ്പ്യൻ ഓഫ് മിനിമലിസം, വെൻ യു ലുക്ക് ടു ക്രൈസ്റ്റ്, ക്യാൻ വി ഡ്രോ എ ലൈൻ ആൻഡ് സേ ദാറ്റ് ഇറ്റ് ഈസ് ഇനഫ്? ആൻഡ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ആസ് ക്രിസ്ത്യൻസ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ജോക്ക് എന്ന് പറയുന്നത്, ആദ്യം നമ്മളെല്ലാവരും ഒരു പച്ചക്കമ്മലിൻ്റെ കമ്മൽ മേടിക്കും, പച്ചക്കല്ലുള്ള എമറൽഡോ അല്ലെങ്കിൽ ഒരു പച്ചക്കല്ലോ. അത് കഴിഞ്ഞ് ചുമന്ന കല്ല്, റൂബി ആയിക്കോട്ടെ, പിന്നെ ഒരു പേള്, പിന്നെ ഒരു ഡയമണ്ട്, ഇതെല്ലാം കഴിയുമ്പോൾ ആലോചിക്കുന്ന ഒരു മൾട്ടി കളറുള്ള, ഇതെല്ലാം കൂടെ കൂടിയുള്ള ഒരു കമ്മൽ മേടിക്കാമെന്ന്. അപ്പോൾ ഇത്രയും കമ്മലൊക്കെ മേടിച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് എന്താ നെക്സ്റ്റ് പ്രൊജക്റ്റ് ഇവിടെ 4 എണ്ണം അങ്ങ് കുത്തിയേക്കാം. സോ ദാറ്റ് വി ക്യാൻ all put all the earrings towards. So championing minimalism. ഒരു കാലത്ത് ക്രൈസ്തവ സഭയിലെ മക്കളെല്ലാവരും വെള്ള അല്ലെങ്കിൽ കോറ ഉടുത്തിരുന്ന ഒരു സമയമുണ്ട്. അത് അത്ര പഴയതൊന്നുമല്ല. എൻ്റെ വല്യമ്മച്ചിയും വല്യപ്പച്ചനും ഉൾപ്പെടെ കശവിൻ്റെ കവണി, വെള്ള ചട്ട, മുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം. നമ്മൾ മോഡേൺ ആണ്, നമ്മൾ ഒരു പരിഷ്കൃതമായ ഒരു urban സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ബട്ട് വെൻ യു ലുക്ക് ടു ക്രൈസ്റ്റ് ആൻഡ് വെൻ യു ഹാവ് ടു റൺ ദ റേസ് ഓഫ് ദിസ് ലൈഫ്, ബി മിനിമൽ. ആ മിനിമലിസം പൈസയുടെ ഇതുകൊണ്ടല്ല, അറ്റൻഷൻ ഇക്കോണമിയിൽ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ കോറായിട്ടുള്ള, കാതലായിട്ടുള്ള, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾക്ക് അത്രയും കുറച്ച് എനർജി, അത്രയും കുറച്ച് ശ്രദ്ധ, അത്രയും കുറച്ച് പേഷ്യൻസ് മാത്രമേ കാണുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഫാമിലികളിൽ ഇറിറ്റേഷൻ കൂടുതൽ, അനോയൻസ് കൂടുതൽ. എല്ലാവരും യൂട്യൂബ് സ്ക്രോൾ ചെയ്യാണ്, ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യാണ്. അതിന് തടസ്സമായി നിൽക്കുന്ന എന്തും നമുക്ക് ഇറിറ്റേഷൻ അല്ലെങ്കിൽ അനോയൻസ് ഉളവാക്കുന്നതാണ്. നോട്ട് റിയലൈസിങ് that the time that you spend on these kind of material attention economy objects are actually a consumerist capitalist ploy. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നോ യൂട്യൂബിൽ നിന്നോ ഇൻസ്റ്റഗ്രാമിൽ നിന്നോ എന്താണ് നന്നായി ഗ്രഹിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ അതിൻ്റെ അകത്ത് നിങ്ങളുടെ പ്രസൻസ് വേണ്ടിയതെന്ന് ഉള്ളത് ക്ലിയർലി ഇവാലുവേറ്റ് ചെയ്ത് നമ്മുടെ പ്രസൻസ് അറിയിക്കേണ്ട ഒരു സംഭവമാണത്. അതുകൊണ്ട് I wanted to put the second thought before you as Christ being minimal. Hebrew chapter 12, and let us run with perseverance the race marked out for us, being and fixing our eyes on Jesus. When you fix your eyes on Jesus, കർത്താവിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 കണ്ണുകളെ നമുക്കുള്ളൂ. വേറെ ഒന്നും നമുക്ക് നോക്കാനായി, നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതായ ഒന്നിനെ തന്നെയും നോക്കാനായി നമുക്കൊരു സ്കോപ്പില്ല എന്നുള്ളതാണ്. അൺഡിവൈഡഡ് അറ്റൻഷൻ
to the principles of Christ, undivided attention to the model that was Christ's life. ആ മോഡൽ ചെയ്യുമ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കഷ്ടപ്പെട്ടതല്ലേ, അപ്പം നിങ്ങളും കുറച്ചും കൂടെ കഷ്ടപ്പെടുക എന്നൊക്കെയുള്ള മൈക്രോ അഗ്രസീവ് വേർഡ്സ്, അത് കർത്താവ് ഒരിക്കലും അങ്ങനെ പറയില്ല. കർത്താവ് കഷ്ടാനുഭവം ചെയ്തത് തന്നെ ഞാൻ അനുഭവിച്ച പീഡ ബാക്കിയുള്ളവർ അനുഭവിക്കാണ്ട് എൻ്റെ മക്കൾക്ക് രക്ഷ കിട്ടട്ടെ എന്നുള്ള ഒരു പ്രൊഫൗണ്ട് തോട്ടിലാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലുക്കിംഗ് ടു ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഓരോ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഓഫ് അവർ ഡെയിലി ലൈഫ്സ് നമുക്ക് എങ്ങനെ അത് സ്വായത്തമാക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഗഹനമായി തിയോളജിക്കലി ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമല്ല, പക്ഷേ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പരമായ ഇൻ്ററാക്ഷനുകളിലും സംസാരങ്ങളിലും എങ്ങനെയൊക്കെ ഇത് പ്രതിഫലിക്കാം, എങ്ങനെയൊക്കെ കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഇൻസ്പിറേഷൻ നേടാം എന്നുള്ള ഒരു ചിന്തയാണിത്. അതുകൊണ്ട് തന്നെ മെറ്റീരിയലിസത്തിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് ഇനഫ് എന്ന് പറയുന്നത് ഇസ് ഓൾസോ ബോറോഡ് ഫ്രം ബൈബിൾ, വിച്ച് സേസ് ദാറ്റ് മൈ ഗ്രേസ് ഇസ് സഫിഷ്യൻറ്റ് ഫോർ യു. എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ കൃപ നിനക്കുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാം നിങ്ങൾക്കുണ്ട്. ആ ഒരു വചനത്തിൽ ശക്തി നേടുവാനായി നമ്മളുടെ മെറ്റീരിയൽ ആസ്പിറേഷൻസിനെ നമ്മൾക്ക് മിനിമൽ ആക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു കോൺസ്റ്റൻറ്റ് ഫ്രിക്ഷൻ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുഴുവനും തന്നെ ഈ ലോകത്തിൻ്റെ മെറ്റീരിയൽ ടെംപ്റ്റേഷനുകളും ആൻഡ് അറ്റ് ദ സെയിം ടൈം ദ പ്രോമിസ് ഓഫ് എ ബെറ്റർ ടുമോറോ ആൻഡ് ദ പ്രോമിസ് ഓഫ് എ ഹെവൻ വിത്ത് ക്രൈസ്റ്റ്, ആ ഒരു ഫ്രിക്ഷൻ എപ്പോഴും ഉണ്ട്. അപ്പോൾ എല്ലാം നമ്മൾക്ക് ആശ്വാസവചനമായി നിൽക്കേണ്ടത് മൈ ഗ്രേസ് ഇസ് സഫിഷ്യൻറ്റ് ഫോർ യു. എൻ്റെ കൃപ നിനക്ക് മതി. ഫോർ മൈ പവർ ഇസ് മെയ്ഡ് പെർഫെക്റ്റ് ഇൻ വീക്ക്നെസ്. വി ആർ നോട്ട് എയിമിങ് ടു ബി ഫുൾ. എല്ലാം തികച്ചൊരു ജീവിതമല്ല നമ്മളുടെ എയിം. എന്നിരുന്നാൽ നമ്മളിലുള്ള പരിമിതികൾ, നമ്മളുടെ കുറവുകൾ അറിഞ്ഞുകൊണ്ട് എങ്കിലും കോൺസ്റ്റൻ്റ്ലി ട്രൈയിങ് ഇൻ ദ പവർ ആൻഡ് ഇൻ ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. അതാണ് ഒരു ക്രിസ്തീയ ജീവിതം. അതാണ് ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ നമ്മുടെ പരിമിതികൾ കർത്താവിൻ്റെ മുൻപിൽ വെച്ച്, കർത്താവെ എനിക്ക് ശക്തി തരണമേ, നിന്റെ കൃപ എനിക്ക് മതി എന്നുള്ളത്. ലുക്കിംഗ് ടു ക്രൈസ്റ്റ് ഫോർ ഹിസ് സ്ട്രെങ്ത്, ഫോർ ഹിസ് ഗ്രേസ് ടു ബി മെയ്ഡ് പെർഫെക്റ്റ് ഇൻ അവർ വീക്ക്നെസ്സസ്. He also says, therefore I will boast all the more gladly about my weakness, so that Christ's power may rest on me. I will boast gladly about my weakness. നമ്മൾ എന്തിനെക്കുറിച്ചാണ് ബോസ്റ്റ് ചെയ്യുന്നത്, വലുത് പറയുന്നത്, പൊങ്ങച്ചം പറയുന്നത്? നമ്മുടെ വീക്ക്നെസ്സിനെ കുറിച്ച് ഒരിക്കലും അല്ല. നമുക്കുള്ളത് എന്താണോ അതാണ് നമ്മൾ എപ്പോഴും പ്രൊജക്റ്റ് ചെയ്യുന്നത്. മെറ്റീരിയലായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള പിള്ളേരുടെ മാർക്കാവാം, നമ്മുടെ സാരികളാകാം, നമ്മുടെ മെറ്റീരിയൽ പൊസഷൻസ് ആകാം, നമ്മൾ പോകുന്ന ഹോളിഡേയ്സ്, നമ്മുടെ കാറ്, നമ്മുടെ വലിയ വീട്, ഇതൊക്കെയാണ് നമ്മൾ യൂഷ്വലി. ബട്ട് ബൈബിൾ സേസ് ഐ വിൽ ബോസ്റ്റ് ഗ്ലാഡ്ലി അബൌട്ട് മൈ വീക്ക്നെസ്. നമ്മളുടെ പരിമിതികളെക്കുറിച്ച്, നമ്മളുടെ എളിമ അല്ലെങ്കിൽ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് വെൻ വി അക്സെപ്റ്റ് അവർ ഓൺ ട്രൂത്ത് ആൻഡ് അവർ ഓൺ ഒത്തൻറ്റിസിറ്റി. നമ്മൾ ഡിനയലിലല്ല ജീവിക്കേണ്ടത്. എനിക്ക് ഈ കുറവുണ്ട്, എനിക്ക് ഈ കഷ്ടപ്പാടുണ്ട്, അല്ല എൻ്റെ സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അതിനെക്കുറിച്ച് പരിപൂർണമായി എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ പല പല സ്ട്രഗിൾസ്, ഹെൽത്ത് വൈസ്, ഇമോഷണലി, അങ്ങനെയുള്ള സ്ട്രഗിൾസ് നമുക്കുള്ളത്. ആ പരിമിതികളെ നമ്മൾ സ്വന്തമാക്കി, നമ്മൾ അക്സെപ്റ്റ് ചെയ്ത്, നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ച് your grace is sufficient for me and he will make me perfect in my weakness എന്നുള്ള പ്രോമിസ് ഓഫ് ദ സ്ക്രിപ്ചർ, അതിലാണ് നമ്മൾ ജീവിക്കാനായി ആഗ്രഹിക്കേണ്ടത്. ലാസ്റ്റ്, ഞാൻ അധികം നീട്ടില്ല, കമ്മ്യൂണിറ്റി ഓവർ കോമ്പറ്റീഷൻ ഇസ് ദ ലാസ്റ്റ് തോട്ട് ദറ്റ് ഐ വോണ്ട് ടു ഷെയർ വിത്ത് യു. ക്രിസ്ത്യൻ ഫെയ്ത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് സഭയാണ്. സഭ അല്ലെങ്കിൽ കോൺഗ്രിഗേഷൻ. 2 or 3 പേര് എൻ്റെ നാമത്തിൽ ചോദിക്കുന്നത് എന്തും പ്രാർത്ഥിക്കുന്നത് എന്തും, ദ ഫോക്കസ് ഇസ് ഓൾവേസ് ഓൺ ദ കളക്റ്റീവ്, ദ കമ്മ്യൂണിറ്റി, നെവർ എവർ ഓവർ കോമ്പറ്റീഷൻ. ഒരു ഹൈപ്പർ കമ്പറ്റിറ്റീവ് ആറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു ഹൈപ്പർ കമ്പറ്റിറ്റീവ് വേൾഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതും നമ്മൾ ജീവിക്കുന്നതും. ആൻഡ് ദാറ്റ് ഹൈപ്പർ കമ്പറ്റിറ്റീവ്നെസ് ഒരു റേസാണ്. മറ്റുള്ളവരെക്കാൾ മുമ്പിൽ നിൽക്കാനായി, മറ്റുള്ളവരെക്കാൾ കൂടുതൽ ആർജിക്കാനായി,
forgetting, തിരുമേനിമാർ പല പ്രാവശ്യം പറഞ്ഞത്, നമ്മുടെ സഹോദരന് അസുഖമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാണ്ട് നമ്മളായിട്ടെല്ലാം കൂടി ഹോഡ് ചെയ്യുന്ന ആ ഒരു മെൻറ്റാലിറ്റി, അതല്ല ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ. ലുക്കിംഗ് ടു ക്രൈസ്റ്റ്, ഹു ഓൾവേസ് ഷെയർഡ്. ക്രൈസ്റ്റിൽ ഉണ്ടായിരുന്ന മിറാക്യുലസ് പവേഴ്സ്. ഹി വാസ് ദ സൺ ഓഫ് ഗോഡ്. 5 അപ്പവും 2 മീനും കൊണ്ടും ക്രൈസ്റ്റ് പുള്ളിയുടെ ഡിസൈപ്പിൾസിനെയോ അല്ലെങ്കിൽ അമ്മയോ സഹോദരന്മാരെയോ മാത്രമല്ല ഫീഡ് ചെയ്യുന്നത്. ഹിസ് മിറാക്യുലസ് പവേഴ്സ് and his capacity and his capability is for humanity at large. ആ ഷെയർ ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി, putting the community first over competition. So when you think about and when you ruminate over the theme of the conference, which is to look to Christ and to run the race, നമ്മൾ ആരും ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഉണ്ടാവരുത് that this race is only for one winner. No. ഈ റേസിൽ വിന്നേഴ്സ് അല്ലെങ്കിൽ ലൂസേഴ്സ് ഇല്ല. ഈ റേസിൽ ഒരു മെഡലും ഒരു കപ്പും നമുക്ക് അവസാനം കിട്ടാനില്ല. Even though the Bible talks about the crown of virtuousness, the crown of righteousness that will be reserved for us after we run the race. ഈ റേസ് നമ്മളെല്ലാവരും ഒരുമിച്ച് ഓടി തീർക്കേണ്ട ഒരു റേസാണ്. അതിൽ I am not ever going to win this alone. You are also not going to win this alone. നമുക്ക് കിട്ടുന്ന റീസോഴ്സസ്, വെദർ ഇറ്റ് ബി മെറ്റീരിയൽ ഓർ അതർവൈസ്, നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലുള്ളവരാണ്. നമ്മുടെ ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പ്, നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് വാട്സാപ്പ് ഗ്രൂപ്പ്, നമ്മുടെ പിള്ളേർ പഠിക്കുന്ന സ്കൂളുകളിലെ അല്ലെങ്കിൽ കോളേജിലെ വാട്സാപ്പ് ഗ്രൂപ്പ്, നമുക്കറിയാവുന്ന ഇൻഫർമേഷൻ പോലും നമ്മൾ അതിനകത്ത് ഇടാറില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. വിച്ച് ഇസ് നോട്ട് ക്രിസ്ത്യൻ ബിഹേവിയർ. വി തിങ്ക് that we can win alone, we can win a race alone. That is not the bedrock on which Christian fellowship has been built. So I really do want to stress on this, that ee race oru zero sum game alla. Zero sum in the sense that njan jeichal ningalku jeikan pattilla ennulladana oru zero sum game. But Christian race ennu parayunnathu, we are all running together, we are all winners or losers depending. ആരെങ്കിലും പുറകെ നിന്ന് പോവുകയാണെങ്കിൽ നിന്ന് കൈപിടിച്ച് മുമ്പോട്ട് വരത്തക്ക രീതിയിലുള്ള മനസ്സന്നദ്ധത കാണിക്കുന്നതാണ് ക്രിസ്തീയ എളിമയും ക്രിസ്തീയ ഫെലോഷിപ്പും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ കോമ്പറ്റീഷനും അഗ്രഷനും നമ്മുടെ ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഫോർ അവർ നെയ്ബേഴ്സ് ഓർ വേറെ ഉള്ളവരോട് മാത്രമല്ല, മറിച്ച് നമ്മുടെ വീട്ടിനുള്ളിലുള്ളവരോടും ഈ ഒരു അഗ്രഷനും കോമ്പറ്റീഷനും നമ്മൾ പലപ്പോഴും നമ്മുടെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അനോയിഡ് ആയിട്ടുള്ള ഒരു മൂഡിൽ നമ്മൾ പ്രതിഫലിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊന്ന് അനലൈസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ, നമ്മുടെ ഒരു ഡേയിലെ ക്ലോക്ക് ഓഫ് ഇവൻറ്റ്സ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ 4 ചിന്തകളും അറ്റ് സം പോയിന്റ് ഓർ ദി അതർ വി വിൽ ബി ഏബിൾ ടു കോഴ്സ് കറക്റ്റ്. സോ ഐ റീറ്ററേറ്റ്, ആസ് എ ഫെമിനിസ്റ്റ്, can we be a girl's girl looking to Christ for inspiration, who had no difference of caste, class, race, gender, etc. Being a champion of minimalism, can we hark back to simplicity and also share our resources with everyone? And number 3, can we be made perfect in our weaknesses? For His grace is enough and sufficient for us. And number 4, to put community and the collective over competition. I wish you all my very, very best. For anything, please do reach out. And I once again thank all the organizers for the opportunity that has been given to me.